ഓരോ പ്രഭാതത്തിനും ഒരു വ്യത്യസ്തമായ ഭംഗിയാണുള്ളത്. ആ ഒരു പ്രഭാതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഒരു എനർജിയാണ് നമ്മുടെ ആ ഒരു മൊത്തം ദിവസത്തെ എങ്ങനെയാകണമെന്ന് തീരുമാനിക്കുന്നത്. അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ രാവിലെയുള്ള കുറച്ച് വിശേഷങ്ങളിലേക്ക് സ്വാഗതം. 3 പേരെയും ഒരു ടെൻഷനും ഇല്ലാതെ കറക്റ്റായിട്ട് സ്കൂളിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 5 മണിക്കെങ്കിലും നമ്മൾ എഴുന്നേൽക്കണം. എന്നാലേ അവരുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ നമുക്ക് ടൈമിന് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ചില ടൈം നമുക്ക് ഇച്ചിരി മടി ഉണ്ടാവും അല്ലേ? തലേ ദിവസം കിടക്കാൻ ലേറ്റ് ആയാലോ, അല്ലെങ്കിൽ വല്ല വയ്യായ്മയൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ എഴുന്നേൽക്കാൻ ലേറ്റ് ആവും. അങ്ങനെ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റൊരു ദിവസമാണ്. ഞാൻ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ആകെ ഒരു ടെൻഷനാണ്, എങ്ങനെ എത്രയും പെട്ടെന്നൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് മാറ്റി വയ്ക്കണം, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്ത് വയ്ക്കുക എന്നുള്ളത്. എഴുന്നേറ്റ ഉടനെ തന്നെ ഓടി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും പ്രിപ്പയർ ചെയ്യുക അതല്ലല്ലോ. നമുക്കതിന് മുമ്പ് ചെയ്യാനുള്ള കുറേ കാര്യങ്ങളുണ്ടാവും, നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ഇനി വീടാകുമ്പോൾ അതൊരുക്കി വയ്ക്കാനുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ചെയ്ത് വയ്ക്കാമെന്ന് കരുതി. പിന്നെ എഴുന്നേറ്റ് ഉടനെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ചൂടുവെള്ളത്തിന് വേണ്ടിയിട്ട് അവിടെ കെറ്റിലേക്ക് വെള്ളം തിളപ്പിച്ച് വയ്ക്കുക എന്നുള്ളത്. അങ്ങനെ ആകുമ്പോൾ അത് അവിടെ നിന്ന് തിളച്ച് മക്കൾ പോകാനുള്ള ആ ഒരു ടൈം ആകുമ്പോഴേക്ക് അതൊന്ന് തണുത്ത് വരും. അപ്പോൾ അത് ആദ്യമേ തന്നെ അവിടെ ഞാനൊന്ന് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ഞാനിവിടെ ഉപ്പുമാവാണ് ഉണ്ടാക്കാമെന്ന് കരുതിയത്. അപ്പോൾ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല ഈ ഉപ്പുമാവ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൂത്ത മോനും പിന്നെ അമ്മയ്ക്കും കൂടെയാണ് ഞാനിപ്പോൾ ഉപ്പുമാവ് തയ്യാറാക്കുന്നത്. നമ്മളെല്ലാവരും ഇങ്ങനെ തന്നെയല്ലേ? എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾക്ക് ഒരു ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടാവും, എന്നാൽ വേറൊരാൾക്ക് ആ ഫുഡ് ഇഷ്ടമുണ്ടാവില്ല താനും. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഋഷിക്കും അതുപോലെ തന്നെ അമ്മയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ് ഉപ്പുമാവ് തയ്യാറാക്കുന്നത്. പിന്നെ മക്കൾക്ക് ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ലഞ്ചിലാണെങ്കിൽ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത് തലേ ദിവസം തന്നെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പോൾ ലഞ്ചിൽ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മുടെ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഇച്ചിരി ഒരു എനർജി വേണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് കോഫി പൗഡറും അതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഇതിലേക്ക് ഞാൻ ഷുഗറൊന്നും ഇപ്പോൾ ചേർക്കുന്നില്ല. മുൻപാണെങ്കിൽ നല്ല മധുരത്തിലൊരു ചായ കുടിച്ചിട്ടാണ് എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഒന്ന് കുറച്ച് വർക്കൗട്ടൊക്കെ ഒന്ന് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഷുഗർ പാടെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മധുരമൊന്നും ഇല്ലാത്തൊരു കാപ്പിയാണ് രാവിലെ കുടിക്കാറ്. അപ്പോൾ അതാ നമ്മുടെ റവയൊക്കെ ഞാനൊന്ന് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പുമാവിന് വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് കടുകും ഉഴുന്നുപരിപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, പിന്നെ കറിവേപ്പില, കായ്മുളക്, പിന്നെ നമ്മുടെ ക്യാരറ്റ് ഞാൻ മറന്നു പോയത്. അപ്പോൾ ക്യാരറ്റും കൂടെ ഒക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് അതിലേക്ക് നമ്മുടെ തിളച്ച വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് വറുത്ത് വെച്ചിരിക്കുന്ന റവയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. ഉപ്പുമാവെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല, അതിൽ വെറൈറ്റി ഒന്നും കൊണ്ടുവരാനില്ല. സാധാരണ എല്ലാവരും ചെയ്യുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഉപ്പുമാവ് തന്നെയാണല്ലേ. പ്രത്യേകിച്ച് കറികളൊന്നും ഇല്ലെങ്കിലും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഉപ്പുമാവ്. അപ്പോൾ ഏട്ടന് ഒരുപാട് ഇഷ്ടമല്ലാത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് തവണയൊന്നും ഇതിങ്ങനെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഉപ്പുമാവ് അവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ ഞാൻ തലേ ദിവസത്തെ മാവ് വെച്ചിട്ട് ദോശ ചെയ്തെടുക്കുകയാണ്. മോക്കാണെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ചെയ്തെടുക്കുന്നതാണ് ഇഷ്ടം. എന്നാൽ മോനാണെങ്കിൽ ഒരുപാട് ക്രിസ്പി ഒന്നും അല്ലാതെ ഇച്ചിരി സോഫ്റ്റ് ആയിട്ടുള്ള ദോശയാണ് ഇഷ്ടം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ, ഞാനിവിടെ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട്, ക്രിസ്പി ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ടുള്ള ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തൊക്കെ പണിയാണല്ലേ ഈ ഒരു 6 മണിക്കൊക്കെ എഴുന്നേറ്റ് ഇവരെ ഒരു 7:30 ഒക്കെ ആകുമ്പോഴേക്ക് സ്കൂളിലേക്ക് പറഞ്ഞ് അയക്കുന്നതിനുള്ളിൽ എന്തൊക്കെ തിരക്കായി പിടിച്ചിട്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. പിന്നെ ഉപ്പുമാവ് ചെയ്തെടുത്തപ്പോൾ എനിക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു കൊതി തോന്നി. കാരണം ഹോട്ടലിൽ നിന്നൊക്കെ നമ്മൾ കഴിക്കുന്ന വാഴയിലയിലെ ഉപ്പുമാവിന് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ ഇതുപോലെ വാഴയിലൊക്കെ ഒന്ന് റാപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കഴിക്കുമ്പോഴും ഒരു സ്പെഷ്യൽ ആയിരിക്കുമല്ലോ. അങ്ങനെ ഞാനത് ചൂടോടെ തന്നെ റാപ്പ് ചെയ്യണം, എന്നാലേ ആ ഒരു ടേസ്റ്റൊക്കെ അതുപോലെ അതിലേക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതവിടെ റാപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ക്രിസ്പി ദോശ അവിടെ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഏകമോക്കാണെങ്കിൽ ഈ ക്രിസ്പി ദോശ അതിപ്പോൾ എന്ത് ഉഴുന്നുമാവായാലും ഇനി ഏത് മാവായാലും ക്രിസ്പി ദോശയാണെങ്കിൽ ആൾക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ദോശയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചട്നിയാണ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ദോശ സാധാരണ നമ്മുടെ ഉഴുന്ന് ദോശയുടെ മാവല്ല കേട്ടോ,
നമ്മുടെ എല്ലാതരം പരിപ്പ് വർഗ്ഗങ്ങളും ചേർത്തിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ റെസിപ്പി വേണമെന്ന് വെച്ചാൽ പറയൂ കേട്ടോ. ഉഴുന്ന് പരിപ്പ്, കടലപ്പരിപ്പ്, ചെറുപയർ പരിപ്പ്, പിന്നെ പച്ചരി, അതുപോലെ തന്നെ എല്ലാ പരിപ്പും നമ്മുടെ കിച്ചണിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ പരിപ്പും നമുക്ക് ചേർത്തിട്ട് നല്ല ക്രിസ്പി ദോശയും സെയിം മാവ് കൊണ്ട് തന്നെ നമുക്ക് നല്ല അടിപൊളി ഇഡ്ഡലിയും കൂടെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ദോശ ഞാനവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മോന് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ് ദോശയുടെ മാവ് അവിടെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനിടയിൽ ഇവർക്ക് ലഞ്ചിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചപ്പാത്തി കൊടുത്തു വിടുമ്പോൾ എനിക്ക് ഒരുപാട് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല ചപ്പാത്തി കൊടുത്തുവിടുക എന്നുള്ളത്. 3 പേർക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത്യാവശ്യം രാവിലെ നല്ല ജോലിയാണത്. പക്ഷേ നമ്മൾ ചോറ് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഈസി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവർക്ക് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കഴിക്കാൻ ഭയങ്കര മടിയാണ്. ചോറൊക്കെ കഴിക്കുമ്പോൾ കുറേ ടൈം എടുക്കും, അത് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ള പരാതിയാണ് സ്ഥിരം ഇവിടെ ഉള്ള ഒരു പരാതി എന്ന് പറയുന്നത്. അങ്ങനെ മക്കളുടെ ലഞ്ച് ബോക്സൊക്കെ ഏകദേശം സെറ്റായിട്ടുണ്ട്. പിന്നെ അവർക്ക് സ്നാക്സിലേക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ കേക്കാണ് കൊടുത്തു വിടുന്നത്. ഒറ്റൊരു കേക്കേ കൊടുത്തു വിടുന്നുള്ളൂ കേട്ടോ, എന്നാലേ അവർ നന്നായിട്ട് ലഞ്ച് കഴിക്കൂ. അല്ലാതെ സ്നാക്സ് ഒരുപാട് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ലഞ്ച് കഴിക്കുമ്പോൾ ആകെ കൂടെ വയറൊക്കെ ഫുള്ളായ ഒരവസ്ഥയായിരിക്കും. പിന്നെ ഇതുപോലെയുള്ള സ്റ്റീൽ കണ്ടെയ്നേഴ്സിലാണ് ഞാൻ ലഞ്ച് കൊടുത്ത് വിടാറ്. അപ്പോഴാണ് നമുക്ക് തിരിച്ചു കൊണ്ടുവന്നാലും കഴുകിയെടുക്കുമ്പോൾ നല്ല തിളച്ച വെള്ളമൊക്കെ ഒഴിച്ച് കഴുകിയെടുക്കാൻ എളുപ്പമായിട്ടുള്ളത്. പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിലാവുമ്പോൾ ചൂടുവെള്ളത്തിലൊക്കെ കഴുകുമ്പോൾ അതത്ര നല്ലൊരു കാര്യമല്ലല്ലോ. പിന്നെ ഈ കാണുന്ന ആൾ തലേ ദിവസം ഒന്നും ഹോംവർക്ക് ചെയ്യാതെ പിറ്റേന്ന് രാവിലെ സ്കൂളിലേക്ക് വേണ്ടി ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കുന്ന ആ ഒരു ടൈമിൽ തിരക്കിട്ട് ഹോംവർക്ക് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. തലേ ദിവസം എത്ര ടൈം ഉണ്ടെങ്കിലും ആൾ ഇങ്ങനെ നാളെ ചെയ്യാം എന്നുള്ള മട്ടിലിങ്ങനെ വിട്ട് അവസാനമാകുമ്പോൾ ആകെ കൂടെ ഓടി പാഞ്ഞ് ഹോംവർക്കൊക്കെ ചെയ്യുന്നത് കാണാം കേട്ടോ. പക്ഷേ ഒട്ടുമിക്ക ഭാഗമൊക്കെ സ്കൂളിൽ നിന്ന് ചെയ്താണ് വരാറ്. അങ്ങനെ ഹോംവർക്കൊന്നും ഒരുപാട് കൊടുത്തു വിടുന്ന ഒരു രീതിയല്ല അവരുടെ സ്കൂളിൽ. പിന്നെ ഇതാ മോന് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് പുറത്ത് നിന്നിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ വണ്ടി വന്നിട്ട് അവൻ അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ മൂത്ത മോന് ഓട്ടോയിലേക്ക് കയറ്റി വിടും കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ പറഞ്ഞല്ലോ വർക്കൗട്ടിന് പോകുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ രാവിലത്തെ റുട്ടീനൊക്കെ ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഓട്ടം ഞങ്ങൾ രണ്ടുപേരും കൂടെ വർക്കൗട്ടിന് പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 2 മാസമേ ആയിട്ടുള്ളൂ ഞങ്ങളിങ്ങനെ ഏട്ടൻ അതിന് മുമ്പേ പോകാറുണ്ട്. ഞാനിപ്പോൾ പുറത്തേക്ക് പോയിട്ട് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 2 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ രാവിലത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ ആൻഡ് താങ്ക് യു.